അപ്പോൾ നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് ബെർണോളിസ് തിയറമാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം, ബെർണോളിസ് തിയറം. അപ്പം ബെർണോളിസ് തിയറം അതിന്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിന്റെ പ്രൂഫ് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് നോക്കാം. നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്യുന്നു. ഇതൊരു പൈപ്പാണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, രണ്ടിടത്തും രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇത് നമ്മുടെ എർത്തിന്റെ ലെവലാണെങ്കിൽ ഇവിടെ നിന്ന് H1 എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഈ പോർഷൻ നിൽക്കുന്നത്. ഇവിടെ ഇത് H2 എന്ന് പറയുന്ന ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. നമ്മൾ ഒരു കുറച്ച് വാട്ടർ ഇവിടെ കൂടെ പമ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും അല്ലെ. നമ്മൾ പമ്പ് ചെയ്യണമെങ്കിൽ വാട്ടർ പമ്പ് ചെയ്യണമെങ്കിൽ ഒരു പ്രഷർ കൊടുക്കണം അല്ലെ. അപ്പോൾ ഒരു പ്രഷർ കൊടുത്തിട്ട് ഇവിടം വരെ ഇതിനെ കൊണ്ടുവരും. നമുക്കറിയാം ഈ പ്രഷർ ചെയ്യുന്ന വർക്ക് എത്രയാണ്. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എടുക്കാം, ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വോളിയമാണ്. ഒരു സിലിണ്ടറിന്റെ ഒക്കെ വോളിയത്തിന്റെ ഇക്വേഷൻ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയും. അപ്പൊ അതിന് വരെ നമുക്ക് വോളിയം എന്ന് എടുക്കാം. അപ്പം വർക്ക് W is equal to എന്താണ്, പ്രഷർ ഇൻറ്റു വോളിയം. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷൻ എടുക്കുന്നത് വർക്കിന്റെ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചോളാം, ഇവിടെ നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്ത പ്രഷർ ചെയ്ത വർക്ക് നമ്മൾ അതിനെ W1 എന്ന് വിളിക്കാം. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഇൻറ്റു വോളിയം അല്ലെ. നമുക്ക് വേണമെങ്കിൽ V1 എന്ന് വിളിക്കാം. ഇവിടെ കൂടെ ഒരു ΔT എന്ന് പറയുന്ന ടൈമിൽ ഫ്ലോ ചെയ്ത വാട്ടറിന്റെ വോളിയമാണ് V1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക്, അപ്പം ഈ എന്താണ്, ഈ ലിക്വിഡ് അങ്ങ് ഫ്ലോ ചെയ്ത് പോവാണ്. അപ്പം ഇവിടെ നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തിട്ടാണ് ഇതിനെ മുകളിലോട്ട് വിടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിന് എത്ര വർക്ക് കാണും, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അത് എത്ര വർക്ക് ചെയ്യും, അതിനെ നമുക്ക് W2 എന്ന് വിളിക്കാം. അതിനെ P2 ഇൻറ്റു V2 എന്ന് വിളിക്കാം. അപ്പൊ ഇവിടുത്തെ പ്രഷറാണ് P2, ഇവിടുത്തെ പ്രഷറാണ് P1 അല്ലേ. അപ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്ത ലിക്വിഡിന്റെ വോളിയമാണ് V2. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എന്താണ്, ഇവിടുന്ന് അവിടം വരെ ചെല്ലാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് വർക്ക് കൂടെ മൈനസ് ചെയ്താൽ മതി അല്ലെ. ദെൻ വർക്ക് ഡൺ W is equal to അല്ലെ. അപ്പൊ ഇവിടെ വെച്ച് ഇത്ര എനർജി അല്ലെങ്കിൽ വർക്ക് ചെയ്തു, അവിടെ ചെന്നപ്പോൾ ഇത്ര വർക്ക് ചെയ്തു അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, നമ്മുടെ ഇവിടെ 100 രൂപ ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പം 50 രൂപയേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് അങ്ങ് വരെ ചെല്ലാൻ വേണ്ടി ബാക്കി 50 രൂപ ചെലവാക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് അവിടം വരെ ചെല്ലാനുള്ള വർക്ക് W is equal to അല്ലെങ്കിൽ ΔW is equal to ഈ രണ്ട് വർക്ക് കൂടെ മൈനസ് ചെയ്യണം. W1 മൈനസ് W2. W1 എന്ന് പറഞ്ഞാൽ P1 V1 മൈനസ് W2 എന്ന് പറഞ്ഞാൽ P2 V2. ഇനി നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ അനുസരിച്ച് അല്ലേ, അതായത് ഇവിടെ കൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയം, ഇവിടെ കൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയം എല്ലാം സെയിം ആയിരിക്കും. കാരണം എല്ലാവരുടെയും മാസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് വോളിയം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഇവിടെ കൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയം, ഇവിടെ കൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ V1നും V2നും ഒക്കെ പകരം V എന്ന് എഴുതിയാൽ മതി. V2നും V1നും പകരം V എന്ന് എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ΔW is equal to P1 V1 പകരം P1V മൈനസ് P2 V2 പകരം P2V എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ V കോമൺ ആയിട്ട് എടുക്കാം. ΔW is equal to P1 മൈനസ് P2 ഇൻറ്റു V അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ ചെയ്ത വർക്കാണ് ഇത്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ ഇത്ര വർക്ക് ചെയ്തു അല്ലെ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇത്ര വർക്ക് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ 100 രൂപ ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മുടെ 25 രൂപയുള്ളൂ. ബാക്കി അപ്പോൾ 75 രൂപ ഇവിടുന്ന് അവിടം വരെ ചെല്ലാനുള്ള ചാർജായി. അപ്പൊ എന്തിനൊക്കെ ചാർജ് ചെയ്താണ്, നമ്മളിപ്പം ബസ് ചാർജ് ഒരു 50 രൂപ കൊടുക്കുകയാണ്, ബാക്കി 25 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടം തൊട്ട് അവിടം വരെ ലിക്വിഡ് ചെല്ലാൻ വേണ്ടി അത് ചെയ്ത വർക്കാണിത്. ഈ വർക്ക് എന്തിനൊക്കെ ഉപയോഗിച്ച് കാണും, അതായത് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുക അല്ലെ. ഇവിടെ നിന്ന് ലിക്വിഡ് ഇത്ര ഹൈറ്റിലേക്ക് പോയില്ലേ, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്തു. ഈ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർക്ക് അല്ലെങ്കിൽ ഈ എനർജി ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയെ നമുക്ക് ν1 എന്നും ഇവിടെ കൂടെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ν2 എന്നും എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ എത്ര പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്തു എന്ന് നോക്കാം. Then change in potential energy അല്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ മതി അല്ലെ. അപ്പം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ΔU എന്ന് എഴുതി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh എന്നാണ്. അപ്പം M × G, H എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ആണ്
H2 മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് h1 mg h1. രണ്ടിടത്തും മാസ് സെയിം ആയിട്ട് എടുത്തത്. കാരണം നമുക്കറിയാം ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസിൽ ഈ ഇവിടെ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ ഇവിടെ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ആ ഫ്ലോ ചെയ്ത മാസും ഇവിടെ കൂടെ ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്ത ലിക്വിഡിന്റെ മാസും സെയിം ആയിരിക്കും. അതാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിടത്തും മാസ് എം തന്നെ എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു എം കോമൺ എടുക്കാം, ജി കോമൺ എടുക്കാം, H2 മൈനസ് H1. ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ എത്ര കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിന് ഇത്രയും ചെയ്താൽ മതി. ഇവിടുത്തെ കൈനറ്റിക് എനർജി മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി അല്ലേ. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വെലോസിറ്റി ന്യൂ2 അല്ലേ. അപ്പോൾ ന്യൂ2 സ്ക്വയർ മൈനസ് ഹാഫ് എം ഇവിടുത്തെ കൈനറ്റിക് എനർജി വെലോസിറ്റി എത്രയാണ് ന്യൂ1. അപ്പോൾ ന്യൂ1 സ്ക്വയർ അല്ലേ. അപ്പോൾ ഹാഫ് എം കോമൺ ആണ്. അപ്പോൾ ഹാഫ് എം കോമൺ ആയിട്ട് എടുത്തിട്ട് ന്യൂ2 സ്ക്വയർ മൈനസ് ന്യൂ1 സ്ക്വയർ. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഇവിടം തൊട്ട് ഇവിടം വരെ ഫ്ലോ ചെയ്യാൻ ചെയ്ത വർക്ക് അതാണിത്. ഇത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചും കൈനറ്റിക് എനർജിയുടെ ചേഞ്ചും കൂടെ അല്ലേ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ആ ചെയ്ത വർക്ക് നമുക്ക് കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ ഡബ്ല്യുവിന് വരെ നമുക്ക് ഇത് കൊടുക്കാം P1 മൈനസ് P2 ഇൻറ്റു വി സീക്വൽ ടു ഡെൽറ്റ യുവിന് വരെ നമുക്ക് ഇത് കൊടുക്കാം mg ഇൻറ്റു H2 മൈനസ് H1 പ്ലസ് ഡെൽറ്റ കെക്ക് വരെ ഇത് കൊടുക്കാം ഹാഫ് എം ന്യൂ1 ന്യൂ2 സ്ക്വയർ മൈനസ് ന്യൂ1 സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് ഈ വി കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യാം. അപ്പം വി കൊണ്ട് നമ്മൾ ഈ എമ്മിന്റെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ വി ഈ എമ്മിന്റെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എം ബൈ വി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ. അപ്പോൾ മാസ് ബൈ വോളിയത്തിന് പകരം ഡെൻസിറ്റി റോ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു റോ ജി ഈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റോ ജി H2 മൈനസ് റോ ജി H1 എന്നാവും പ്ലസ് അതുപോലെ തന്നെ ഹാഫ് എം ബൈ വി മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു റോ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ന്യൂ2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഇങ്ങനെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ഉള്ളവരെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക, 2 ഉള്ളവരെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 1 ഉള്ള P1 ലെഫ്റ്റ് സൈഡിൽ, പിന്നെ ഇയാൾക്ക് 1 ഉണ്ട് പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും റോ ജി H1. ഇയാൾക്ക് 1 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് ആവും പ്ലസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഉള്ളവരെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ മൈനസ് P2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് P2 ആവും. പിന്നെ പ്ലസ് റോ ജി H2 ഉണ്ട് പ്ലസ് ഹാഫ് റോ ന്യൂ2 സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്താണ് P1? P1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷറാണ്. എന്താണ് റോ ജി H1? റോ ജി H1 നമുക്കറിയത്തില്ല, പക്ഷെ mgh അറിയാം. mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബൈ റോ മാസ് ബൈ റോ പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ. അതാണ് റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലെങ്കിൽ എന്താണ് mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അതിനെയാണ് റോ ജി എച്ച് എന്ന് വിളിക്കുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? റോ ജി എച്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഹാഫ് റോ ന്യൂ സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹാഫ് എം ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയാണ്. നമുക്ക് അതിനെ വോളിയം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ബൈ വോളിയം മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. അപ്പൊ ഹാഫ് റോ ന്യൂ സ്ക്വയർ. അപ്പൊ ഹാഫ് റോ ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിലെ കൈനറ്റിക് എനർജി. അപ്പം എം ജി എച്ചിന് പകരം റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഒരു വോളിയം ഒരു യൂണിറ്റ് വോളിയം ലിക്വിഡ് എടുത്താൽ അവിടെ എത്ര പൊട്ടൻഷ്യൽ എനർജി കാണും. അതുപോലെ എന്താണ് ഹാഫ് റോ ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷറും റോ ജി H1 ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ് റോ ന്യൂ1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്തിന് ഈക്വൽ ആണ്? ഇവിടുത്തെ പ്രഷർ P2 പ്ലസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ ജി H2 പ്ലസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ് റോ ന്യൂ സ്ക്വയർ ഇതിന് ഈക്വൽ ആണ്.
അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ എന്താണ് ഈ പ്രഷറും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം പ്രഷർ പി പ്ലസ് റോ ജി എച്ച് പ്ലസ് H1 H2 വരെ H എന്ന് എഴുതി ഹാഫ് റോ ന്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. ഇതിനെയാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പല രീതിയിലും പല ടെക്സ്റ്റിനകത്തിലും ഉണ്ട്. എന്നാൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന അതേ ഡെറിവേഷൻ ആണ് നമ്മളിപ്പം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ പല ടെക്സ്റ്റിനകത്തും പല രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ പ്രഷർ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ സം ഓഫ് ദി പ്രഷർ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ. അതായത് സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസിൽ പ്രഷറിന്റെയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെയും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെയും എന്താണ് സം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നതിന് പകരം അതേ രീതിയിൽ നമ്മുടെ ഫ്ലൂയിഡ്സിനകത്ത് പറയുന്നതാണ് നമ്മുടെ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് വേണമെങ്കിൽ നമുക്കിനെ പറയാം. അപ്പോൾ ആ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് നമ്മുടെ ഫ്ലൂയിഡ്സിൽ പറയുന്ന ഒരു സാധനമാണ് ഏത് നമ്മുടെ ഈ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്നാണ്. എന്താണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്? എഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ എന്നാണ്. ഒരു പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നതിനെയാണ്, ലിക്വിഡ് പുറത്തേക്ക് വരുന്നതിനെയാണ് എഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ടാങ്ക് എടുത്തു. അപ്പോൾ ഒരു ടാങ്കില് ഒരു കിഴുത്ത അല്ലെ, ഇതാണ് ഒറിഫൈസ് അല്ലെ, ഇതാണ് ലിക്വിഡ് ലെവൽ. ഇത്രയും ലിക്വിഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒറിഫൈസിലൂടെ വെള്ളം പുറത്തേക്ക് എത്ര വെലോസിറ്റിയിൽ വരും, അതാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. അതായത് പുറത്തേക്ക് വെള്ളം വരുന്ന വെലോസിറ്റി, ലിക്വിഡ് വരുന്ന വെലോസിറ്റി. അപ്പോൾ ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ എന്നാണ് എഫ്ലക്സ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം. നമ്മൾ ബെർണോളിസ് തിയറം എങ്ങനെയാണ് പറഞ്ഞത്? അതായത് ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്തിന് ഈക്വലാണ്? ഇവിടുത്തെ പ്രഷറിനും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് ഈക്വലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒറിഫൈസിലും ലിക്വിഡിന്റെ സർഫസിലും നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒറിഫൈസ് വരെയുള്ള ഹൈറ്റ് y1, ഇവിടെ നിന്നും ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റ് y2. ഇത് നമ്മളുടെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് h എന്ന് എടുക്കാം. അപ്പം ഈ ഒറിഫൈസിന് മുകളിൽ h എന്ന് പറയുന്ന ഹൈറ്റ് ലിക്വിഡ് ഉണ്ട്. ഈ ഒറിഫൈസിലൂടെ ലിക്വിഡ് പുറത്തേക്ക് വന്ന വെലോസിറ്റി ν1, ഈ ലിക്വിഡ് സർഫസിലെ ലിക്വിഡിന്റെ വെലോസിറ്റി ν2. അപ്പം ഇതെല്ലാം ഫസ്റ്റ് ഇവിടെയും ഇവിടെ അപ്ലൈ ചെയ്ത പോലെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഇനി പ്രഷർ, അതായത് ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുകയാണ് ഈ വശം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യും, P എന്ന് കൊടുക്കാം. അപ്പൊ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചിരിക്കുകയല്ലേ. അതായത് ഏത് സാധനം അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചാലും അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആ സർഫസിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ എടുത്ത് വെളിയിൽ വെച്ചാൽ ആ ചായയുടെ സർഫസിലേക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ അനുഭവപ്പെടും. അപ്പം ഏത് സർഫസ് എക്സ്പോസ് ചെയ്തിരുന്നാലും എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്തിരുന്നാലും അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യും, P. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ P ആണ്. അപ്പൊ ഇവിടെ കൂടെ ലിക്വിഡ് പുറത്തേക്ക് വരുന്ന വെലോസിറ്റിയാണ് V1 അല്ലെങ്കിൽ ν1. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ബെർണോളിസ് തിയറം. അതായത് ബെർണോളിസ് തിയറം പറയുന്നത് P1 പ്ലസ് റോ ജി mgh പകരം റോ ജി എന്നാണ് വരുന്നത്. റോ ജി h1 പ്ലസ് ഹാഫ് mv സ്ക്വയറിന് പകരം ഹാഫ് റോ ന്യൂ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഹാഫ് റോ ന്യൂ 1 സ്ക്വയർ സീക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ പ്ലസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ, അതിനെ P2 എന്ന് കൊടുക്കാം. P2 പ്ലസ് റോ ജി h2 പ്ലസ് ഹാഫ് റോ ന്യൂ2 സ്ക്വയർ. ഇതാണ് ബെർണോളിസ് തിയറം. ഇത് അപ്ലൈ ചെയ്യാൻ പോകണം. ഇനി രണ്ടിടത്തെയും പ്രഷർ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ തന്നെയാണ്. അതുകൊണ്ട് P1നും P2നും പകരം നമുക്ക് P എന്ന് കൊടുക്കാം. അപ്പം P1 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു PA. രണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലെ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. H1 എന്ന് പറഞ്ഞാൽ ഈ y1 ആണ്. H1 ഈസ് ഈക്വൽ ടു y1. ഇനി H2 എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്, ഇവിടെ തൊട്ടുള്ള ഹൈറ്റ്, അത് y2 അല്ലേ. H2ന് വരാൻ y2 എന്ന് കൊടുക്കും. ഇനി വെലോസിറ്റി ν1 ν2 ഒക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അത് വ്യത്യാസമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി ആണ് ν1, ഇവിടുത്തെ വെലോസിറ്റി ആണ് ν2. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ വെലോസിറ്റി ഇല്ല. കാരണം ഈ സർഫസിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ല, ഒരു ടാങ്കിനകത്ത് എടുത്തേക്ക് വരും, ഒരു നദിയിലേക്ക് വെള്ളമാണെങ്കിൽ ഒഴുകുന്നെന്ന് പറയാം. പക്ഷെ ഇതെന്താണ് ഇവിടെ റെസ്റ്റിലാണ് ഇല്ലേ, അതുകൊണ്ട് ν2 0. then ν2 is equal to 0. ഇത്രയും കാര്യങ്ങൾ ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പം P1ന് പകരം PA എന്ന് കൊടുത്തു, ഈക്വൽ ടു
പ്ലസ്, പിന്നെ റോ ജി h1 പകരം y1 എന്ന് കൊടുത്തു, പ്ലസ് ഹാഫ് റോ μ1 സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെ, p2 പകരം pa എന്ന് കൊടുത്തു, പ്ലസ് റോ ജി h2 എന്ന് പറയുന്നതിന് പകരം h2 പകരം y2 എന്ന് കൊടുത്തു, y2 പ്ലസ് ഹാഫ് റോ ന്യൂ2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്, അപ്പൊ ഇൻറ്റു 0 ഫുള്ള് 0 ആയിപ്പോയോണ്ട് അല്ലേ. ദെൻ ഈ പി എയും അങ്ങ് ക്യാൻസൽ ആയിപ്പോയി, രണ്ടിടത്തെ പ്രഷർ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി, രണ്ടും ഈക്വൽ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഈ μ1 ആണ് കണ്ടുപിടിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഈ കിഴുത്തയിലൂടെ എത്ര വെലോസിറ്റിയിൽ വെള്ളം പുറത്തേക്ക് വരും, μ1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഹാഫ് റോ μ1 സ്ക്വയർ നമ്മൾ ഇത് വെച്ചിട്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ അപ്പുറത്ത് ആരുണ്ട്, റോ ജി y2 ഉണ്ട്, മൈനസ് ഈ റോ ജി y1 കൂടെ അപ്പുറത്ത് പോട്ടെ അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ ടീമിനും റോ ഉണ്ട്, അപ്പൊ റോയും എല്ലാം ഒന്ന് ക്യാൻസൽ ആയിപ്പോയി, എല്ലാ റോയും ഒന്ന് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഈ μ1 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദെൻ μ1 സ്ക്വയർ ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ, 2 അപ്പൊ അപ്പുറത്ത് കൊണ്ടുപോകാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിലാണ് 2, അത് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 2 ഇൻറ്റു ജി ഇൻറ്റു അല്ലെ, ഇവിടെ രണ്ടിടത്തും ജി ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാം, പിന്നെ y2 മൈനസ് y1 അല്ലെ. അപ്പൊ നമ്മൾ നോക്കുക, ഇതാണ് y2, ഇതാണ് y1, അപ്പം y2 നിന്നും y1 കുറച്ച് കഴിഞ്ഞാൽ h അല്ലേ കിട്ടുന്നത്, അപ്പൊ അതിന് ഒരു h എന്ന് കൊടുക്കുക. ദെൻ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു h അല്ലെ. അപ്പം μ1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ μ1 എന്ന് വരും, μ1 ഈസ് ഈക്വൽ ടു റൂട്ട് 2gh അല്ലെ. അപ്പൊ ഇതിനെയാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. അപ്പൊ ഈ കിഴുത്തയിലൂടെ പുറത്തേക്ക് വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറഞ്ഞാലോ ഈ ഒറിഫൈസിന് മുകളിലേക്ക് എത്ര ലിക്വിഡ് ഉണ്ട് ആ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഈ പൈപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി ഈ ടാങ്ക് എത്ര ഹൈറ്റിൽ ഇരിക്കുന്നു അതിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ഏറ്റവും താഴെ വരുമ്പോൾ വെലോസിറ്റി കൂടി വരും, അതല്ല ഈ പൈപ്പിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുന്ന വെലോസിറ്റി. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഈ വാട്ടർ ടാങ്കില്ലേ, അപ്പൊ ഈ വാട്ടർ ടാങ്കിലെ വാട്ടറിന്റെ ഔട്ട്ഫ്ലോ വരുന്ന ഒരു പൈപ്പില്ലേ, ആ പൈപ്പിലൂടെ പുറത്തേക്ക് എത്ര വെള്ളം പുറത്തേക്ക് വരും, ആ വെലോസിറ്റിയാണ് ഈ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് അല്ലെ. അപ്പൊ അത് തീരുമാനിക്കുന്നത് ആ കിഴുത്തയ്ക്ക് മുകളിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്കില് അല്ലെ, ഇതാണ് ഒറിഫൈസിന് താഴെയാണ് വാട്ടർ എങ്കിൽ ഈ ഒറിഫൈസിലൂടെ ലിക്വിഡ് വെളി വരൂ ഇല്ല. അപ്പം ഈ ഒറിഫൈസിന് മുകളിൽ ലിക്വിഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ എന്താണ് പുറത്തേക്ക് ഈ ലിക്വിഡ് വരത്തുള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നിങ്ങളൊരു ബോട്ടിലെടുത്തു, ഈ ബോട്ടിലെടുത്തിട്ട് ഇത്രയും വെള്ളം നിറച്ചു, എന്നിട്ട് നമ്മളിവിടെ ഒരു കുറച്ച് കിഴുത്തകൾ ഇടുകയാണ്, എ ബി സി, ഇങ്ങനെ 3 കിഴുത്തകൾ ഇട്ടു. അപ്പൊ ഏത് കിഴുത്തയിലൂടെ ആയിരിക്കും കൂടുതൽ സ്പീഡിൽ വെള്ളം വരുന്നത്, അതായത് ഈ കിഴുത്തയിലൂടെ ആയിരിക്കും കൂടുതൽ സ്പീഡിൽ വെള്ളം വരുന്നത്. കാരണം എന്താണ്, ഈ കിഴുത്തയ്ക്ക് മുകളിൽ ഇത്രയും ഹൈറ്റിൽ വാട്ടർ ഉണ്ട്, ഒറിഫൈസിന് മുകളിൽ ഇത്രയും ഹൈറ്റിൽ വാട്ടർ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ സ്പീഡ് ഈ ഹോളിലൂടെ ആയിരിക്കും. അതിലും കുറഞ്ഞ സ്പീഡിലായിരിക്കും ഇവിടെ കൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത്, അതിലും കുറഞ്ഞ സ്പീഡിലായിരിക്കും ഇതിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പം ഈ വെലോസിറ്റി ഓഫ് റിഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്, ആ ഒറിഫൈസിന് മുകളിൽ എത്ര ഹൈറ്റിൽ ലിക്വിഡ് ഉണ്ടോ എന്നുള്ളതിനെയാണ്. അല്ലാതെ ഈ ടാങ്ക് എത്ര പൊക്കി വെച്ചിട്ടും കാര്യമില്ല അല്ലേ. അപ്പൊ ടാങ്ക് നല്ലപോലെ പൊക്കി വെച്ച് എന്നിട്ട് ഈ ഒറിഫൈസിന് താഴെയാണ് വെള്ളമെങ്കിൽ പുറത്ത് വരുമോ ഇല്ല. അപ്പൊ അതാണ് വെലോസിറ്റി ഓഫ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ടോറിസെല്ലിസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിൽ നിന്നുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്ത് ഇവിടെ വന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്നും ഒരു സാധനം ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ വെലോസിറ്റിയാണ് ഈ വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് താഴോട്ട് വന്ന് എന്ത് സംഭവിക്കും അല്ലെ. അതായത് ഇത് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ആണ്, അപ്പൊ ഇവിടെ ഒരു കല്ലിരിക്കുകയാണ്. ഈ കല്ല് ഇവിടെ വരുമ്പോൾ എത്ര വെലോസിറ്റി കാണും. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കാം, വി ഈക്വൽ ടു അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as ഈ ഇക്വേഷൻ എടുക്കാം അല്ലെ. അപ്പം യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയാ 0 ആണ് അല്ലെ, റെസ്റ്റിൽ ഇരുന്നിട്ട് കല്ലല്ലേ താഴോട്ട് വീഴുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു 0 ആവും. അപ്പം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന് വരെ ജി എന്ന് കൊടുക്കാം. എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തതിന്റെ ഡിസ്റ്റൻസ് എച്ച് എന്ന് കൊടുക്കാം അല്ലെ, ആണല്ലോ. പിന്നെ ഒരു 2 ഉണ്ട് ഇതിന്റെ കൂടെ, 2gh അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് 2gh എന്ന് വരും. ഈ ഇക്വേഷനും ഈ വെലോസിറ്റി ഓഫ് റിഫ്ലക്സിന്റെ ഇക്വേഷൻ സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്ന് ഒരാൾ ഫ്രീ ഫോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണോ
അത് തന്നെയാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് ശരിക്കും ഈ ലിക്വിഡ് സർഫസിൽ നിന്ന് ഒരാൾ ഫ്രീ ഫോൾ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി തന്നെയാണ് ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്ത് ഓറിഫൈസിലൂടെ വരുമ്പോൾ. അപ്പൊ അതിനെയാണ് അതുകൊണ്ട് ടോറിസെല്ലീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനെയാണ് ടോറിസെല്ലീസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പം വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട് ഫ്രം ദി സെയിം ഹൈറ്റ്. അതായത് വെലോസിറ്റി ഓഫ് എഫ്ലക്സും അതേ ഹൈറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും സെയിം ആണ്. അതിനെയാണ് ടോറിസെല്ലീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ടോറിസെല്ലീസ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട് ഫ്രം ദി സെയിം ഹൈറ്റ്. ഇതിനെയാണ് നമ്മൾ ടോറിസെല്ലീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ നിന്നും വാട്ടർ പുറത്തേക്ക് വരുന്ന വെലോസിറ്റി ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ശ്രദ്ധിച്ചോണം, ഈ പൈപ്പിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി മാത്രമേ ഉള്ളൂ, ഏറ്റവും താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി അല്ല. ജസ്റ്റ് ഈ പൈപ്പിൽ നിന്നും പുറത്തേക്ക് എത്ര വെലോസിറ്റി ഇറങ്ങും, അതാണ് നമ്മൾ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വെഞ്ചൂറി മീറ്ററിനെ കുറിച്ചാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. വെഞ്ചൂറി മീറ്റർ അതായത് ഒരു പൈപ്പിലൂടെ ഒരു ലിക്വിഡ് എത്ര സ്പീഡിൽ ഫ്ലോ ചെയ്യും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെഞ്ചൂറി മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ബെർണോളിസ് തിയറത്തിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് വെഞ്ചൂറി മീറ്ററിൽ കാണുന്നത്. അപ്പം വെഞ്ചൂറി മീറ്ററിൽ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്. അവന് ചെറിയൊരു കൺസ്ട്രക്ഷൻ, ഒരു ഇടുങ്ങിയ പോർഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. ഇവിടെ ഒരു പൈപ്പ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും, ഒരു U-tube. ഈ യൂട്യൂബില് മെർക്കുറി ഫിൽ ചെയ്യും. യൂട്യൂബിൽ എന്തും ഫിൽ ചെയ്യും? മെർക്കുറി ഫിൽ ചെയ്യും. അപ്പം ഇവിടുത്തെ പ്രഷറിനെ നമുക്ക് P1 എന്നും ഇവിടുത്തെ പ്രഷറിനെ P2 എന്നും എഴുതാം അല്ലെ. ഇനി നമുക്കറിയാം, നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പ് എടുത്തു. ബെർണോളിസ് തിയറം പറയുന്നത് ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്തിന് ഈക്വൽ ആണ്? ഇവിടുത്തെ പ്രഷറിനും ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിനും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതാണ് ബെർണോളിസ് തിയറം പറഞ്ഞത്. അപ്പൊ അതേ ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പോകണം. അതായത് P1 പ്ലസ് റോ ജി H1 പ്ലസ് ഹാഫ് റോ ν1 സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെ. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ആണ്, ഇവിടെ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ആണ് ν1, ഇവിടെ കൂടെ ഈ ഇടുങ്ങിയ പോർഷനോടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ആണ് ν2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ, ഈ ഇടുങ്ങിയ പോർഷനിൽ അപ്ലൈ ചെയ്താൽ, ഇവിടുത്തെയാണ് ഇക്വേഷൻ, ഈ ഇടുങ്ങിയ പോർഷൻ അപ്ലൈ ചെയ്താൽ P2 പ്ലസ് റോ ജി H2 പ്ലസ് ഹാഫ് റോ ν2. ഇതാണ് ഇക്വേഷൻ, ബെർണോളിസ് തിയറം. ഇനി നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ് അല്ലെ. നമുക്കപ്പം ഏത് പൈപ്പിലൂടെ ഉള്ള ലിക്വിഡിന്റെ ഫ്ലോയുടെ സ്പീഡാണോ കണ്ടുപിടിക്കേണ്ടത്, ആ പൈപ്പിനെ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ പൈപ്പിലെ വാട്ടർ ഇതിനകത്തൂടെ കയറി പോകും. അപ്പൊ നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് കണ്ടോ, ഇവിടെ ഇച്ചിരി ബ്രോഡായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അവിടെ കൂടെ ഇച്ചിരി വെലോസിറ്റി കുറവായിരിക്കും ലിക്വിഡിന് ഇല്ലേ. നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ പറഞ്ഞിട്ടുണ്ട്. ഇടുങ്ങിയ പോർഷനിലൂടെ ലിക്വിഡിന് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് ഇച്ചിരി വീതി കൂടിയ പോർഷൻ ആയതുകൊണ്ട് ഇവിടെ കൂടെ ലിക്വിഡിന്റെ വെലോസിറ്റി കുറവായിരിക്കും. എന്നാൽ ഇവിടെ ലിക്വിഡിന്റെ വെലോസിറ്റി അല്പം കൂടുതലായിരിക്കും. അപ്പൊ ഈ ബെർണോളിസ് തിയറത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് ഇത് കണ്ടോ, പ്രഷർ റോ ജി H1 ഹാഫ് റോ ν1 സ്ക്വയർ അല്ലെ, ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. നമുക്കറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. ഇവിടുത്തെ ഹൈറ്റ് സെയിം അല്ലേ, ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് അല്ലേ. അപ്പം ഇവിടുത്തെ ലിക്വിഡിന്റെ ഹൈറ്റ് ഇവിടുത്തെ ലിക്വിഡിന്റെ ഹൈറ്റ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ ജി H1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ ജി H2. ഇത് രണ്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ റോ ജി H1 ഉം റോ ജി H2 ഉം ക്യാൻസൽ ആയിപ്പോ, രണ്ട് ഈക്വൽ അല്ലേ. അതുകൊണ്ട് അപ്പൊ അതിന്റെ വ്യത്യാസമില്ല. ഇനി നോക്കിയേ, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ അനുസരിച്ച് ഇവിടെ ലിക്വിഡ് ഇതിവിടെ വീതി കൂടിയായതുകൊണ്ട് വെലോസിറ്റി ലിക്വിഡിന്റെ കുറവായിരിക്കും. ഇവിടെ ഇടുങ്ങിയ നമ്മൾ ഹോസ് ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ അമർത്തി പിടിച്ചാൽ അവിടെ കൂടെ വെള്ളം സ്പീഡിൽ പോകും. അപ്പൊ ഇവിടെ ഇടുങ്ങിയ പോർഷൻ ആയതുകൊണ്ട് ഇവിടെ ലിക്വിഡിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും അല്ലെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ, ഇവിടെ പ്രഷറും കൈനറ്റിക് എനർജി എന്താണ്, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡ് ഇവിടെ വരുമ്പോൾ ഇതിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ രണ്ട് ഭാഗം ഈക്വൽ ആയിട്ട് നിന്നാലേ ഈ നമ്മുടെ തിയറ ശരിയാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, ഇവിടെ വരുമ്പോൾ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രഷർ അങ്ങ് കുറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പം ബെർണോളിസ് തിയറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബെർണോളിസ് തിയറം അനുസരിച്ച് ഇപ്പം ഒരേ ഹൈറ്റിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ കേസിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കേസിൽ വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും
അല്ലെങ്കിൽ വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും. എന്നാൽ ഈ ഇക്വേഷൻ വീണ്ടും എന്താകത്തുള്ളൂ, ഈക്വൽ ആകത്തുള്ളൂ. അപ്പം ഈ കേസിൽ ഇവിടെ വെലോസിറ്റി ന്യൂ2 കൂടുതലാണ്. ന്യൂ2 കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു കൊടുത്താലേ വീണ്ടും അത് ബാലൻസ്ഡ് ആകത്തുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ബെർണോൾസ് തിയറത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാവുന്നത് വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും അല്ലെ. ഒരു ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പോൾ വെലോസിറ്റി കൂടിയ അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ വെലോസിറ്റി കൂടുതലല്ല, ഇവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഇവിടെ വെലോസിറ്റി കുറവാണ്, അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ പ്രഷറിന്റെ തള്ളൽ കാരണം ഇതിപ്പം നമുക്കറിയാം ഒരു യൂട്യൂബിലൊക്കെ മെർക്കുറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്നതാണ് പാസ്കൽസ് അനുസരിച്ച്. പക്ഷെ ഇവിടെ എന്താണ്, പ്രഷർ വേരിയേഷൻ ഉണ്ട്. അതായത് ഇവിടുത്തെ പ്രഷർ കുറവ്, അപ്പൊ ഇത് മുകളിലോട്ട് വരും. ഇവിടുത്തെ പ്രഷർ കൂടുതൽ, അതിപ്പം ഇത് താഴോട്ട് തള്ളും. ഈ ലിക്വിഡ് ലെവലില് ചേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ ഇത് നമ്മളുടെ ഹൈ ഡിഫറൻസിനെ നമുക്ക് എച്ച് എന്ന് എടുക്കാം. അപ്പം ഇവിടുത്തെ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ എച്ച് എന്ന് പറയുന്ന ഹൈ ഡിഫറൻസിലെ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴേ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി എന്തുവാ ചെയ്യുന്ന, ഒരു സ്ട്രോ ഒക്കെ ഇടും ഇല്ലേ, എന്നിട്ട് എയർ ഇങ്ങനെ അകത്തേക്ക് വലിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ വായ്ക്കുള്ളിലെ പ്രഷർ കുറയും. അപ്പോഴാണ് പ്രഷർ കൂടിയ ജ്യൂസിന്റെ സർഫസിൽ നിന്നും ഈ ജ്യൂസ് എന്താണ് വായ്ക്കുള്ളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ വെലോസിറ്റി കൂടി കഴിയുമ്പോൾ പ്രഷർ കുറയും. അപ്പം ഈ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഇവിടുന്ന് ലിക്വിഡ് മുകളിലോട്ട് റൈസ് ചെയ്യും. അതുകൊണ്ട് ഇത് ഇച്ചിരി റൈസ് ചെയ്യുന്നു, ഇത് ഫോൾ ചെയ്യും. അപ്പൊ ഈ ഹൈ ഡിഫറൻസിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെവൽ ഇങ്ങനെ മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P1. അപ്പോൾ ഈ P2നെയും കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ വരാം. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു അല്ലെ, ഈ ഹാഫ് റോ ന്യൂ1 സ്ക്വയറിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് റോ ന്യൂ2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ. അപ്പോൾ ഈ രണ്ട് സർഫസിൽ ഒരേ പ്രഷർ ആയിരുന്നെങ്കിൽ ഈ യൂട്യൂബിലെ മെർക്കുറി ഇങ്ങനെ നിന്നേനെ. പക്ഷെ ഈ ഹൈ ഡിഫറൻസ് വരാൻ കാരണം ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2, ഈ രണ്ട് പ്രഷർ തമ്മിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ് നമുക്കറിയാം, എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലെ ലിക്വിഡ് കൊടുക്കുന്ന പ്രഷറാണ് എച്ച് റോ ജി. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് കാരണമാണ് ഇത്രയും ഹൈ ഡിഫറൻസ് ഉണ്ടായത്. അപ്പൊ ഈ ഹൈ ഡിഫറൻസിലെ പ്രഷർ ആയിരിക്കും ഇവർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് എഴുതാം അല്ലെ. എച്ച് റോ ജി, എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലെ ഈ ലിക്വിഡ്, ഇത്രയും ലിക്വിഡ് ഇങ്ങനെ റൈസ് ചെയ്യാൻ കാരണം ഈ പ്രഷർ ഡിഫറൻസ് ആണ്. അപ്പൊ ആ ഹൈറ്റിലെ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ ഈ P1ഉം P2ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം, ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അപ്പം ഇതിനകത്തൂടെ പോകുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് നമ്മളിവിടെ റോ എന്ന് എഴുതിയിരിക്കുന്നത്. മെർക്കുറി മറ്റൊരു ലിക്വിഡ് ആയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി നമുക്ക് റോയം എന്ന് എഴുതണം. എന്ത് എഴുതണം, റോയം. അപ്പൊ ഈ P1 മൈനസ് P2 വരും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എച്ച് റോയം ജി ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ്, ഇവിടെ ഹാഫ് എന്താണ് റോ ന്യൂ2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അതായത് ഇവിടെ കൂടെ പോകുന്ന വെലോസിറ്റി ആണ്, ഈ ന്യൂ1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പൈപ്പിലൂടെ പോകുന്ന വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ അനുസരിച്ച് ഈ ഏരിയ ഇൻറ്റു ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ A1 ന്യൂ1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഈ വെലോസിറ്റി A2 ന്യൂ2 ഇത് ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഈ ന്യൂ1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ന്യൂ2നെ ഈ ഇക്വേഷൻ ഇത് മാറ്റണം. അതിന് വരെ എന്ത് ചെയ്യണം, ന്യൂ2ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ ന്യൂ2 ഈസ് ഈക്വൽ ടു എന്ത് വരും, ന്യൂ2 ഈസ് ഈക്വൽ ടു A1 അല്ലെ, A1 ബൈ A2 ഇൻറ്റു ന്യൂ1. അപ്പൊ നമ്മൾ ഈ തൊട്ട് മുകളിൽ കാണുന്ന ഇക്വേഷനിൽ നമ്മുടെ ഈ ന്യൂ2ന് പകരം A1 ന്യൂ1 ബൈ A2 എന്ന് കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, എച്ച് ഇൻറ്റു റോയം ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു അല്ലെ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ന്യൂ2ന് പകരം ന്യൂ2 സ്ക്വയറിന് പകരം A1 ബൈ A2 ഇൻറ്റു ന്യൂ1 ദി ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ ന്യൂ1 സ്ക്വയർ ഇങ്ങനെ വരും. ഇനി നമ്മളിത് സ്ക്വയർ ചെയ്യുക. ദെൻ എച്ച് ഇൻറ്റു റോയം ജി സീക്വൽ ടു ഹാഫ് റോ A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ ഇൻറ്റു ന്യൂ1 സ്ക്വയർ മൈനസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ. നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനിലും ന്യൂ1 സ്ക്വയർ കോമൺ ആണ്. നമുക്ക് ഈ ന്യൂ1 സ്ക്വയർ വേണം കണ്ടുപിടിക്കാൻ. അപ്പം എച്ച് റോയം ജി സീക്വൽ ടു, അപ്പോൾ ഇവിടെ ഹാഫ് കോമൺ ആണ്, റോ കോമൺ ആണ്, ന്യൂ1 സ്ക്വയർ കോമൺ ആണ്. അപ്പം ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഇൻറ്റു ബാക്കി A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ മൈനസ് 1 വരും അല്ലേ. നമുക്കിനി ന്യൂ1 കണ്ടുപിടിച്ചാൽ ഈ ന്യൂ1 വേണം കണ്ടുപിടിക്കാൻ. അപ്പം ഈ ന്യൂ1 സ്ക്വയർ ഒരു വശത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഈ 2 ന്യൂമറേറ്റർ ചെല്ലും,
2h റോയം അല്ലേ, ഇങ്ങനെ വരും. പിന്നെ ഒരു ജി ഉണ്ട് അല്ലേ, ഡിവൈഡ് ബൈ ഈ റോ ഡിനോമിനേറ്ററിൽ ചെല്ലും. ദെൻ പിന്നെ ഇത്, അതായത് a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 അല്ലേ, ഇതും എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ ചെല്ലും അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ എന്താണ്, ന്യൂ1 സ്ക്വയർ അല്ല, ന്യൂ1 ആണ് വേണ്ടത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ലിക്വിഡ് എത്ര സ്പീഡിൽ പോകും. അപ്പോൾ നമുക്ക് ഈ ന്യൂ1 കണ്ടുപിടിക്കണം. അപ്പം ന്യൂ1 ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് 2h റോയം ജി ഡിവൈഡഡ് ബൈ റോ. ഇതിനെ ഞാൻ a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 ഇതിനെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഹോൾ റേസ് ടു -1 എന്ന് വരും അല്ലേ. അപ്പോൾ a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 ദി ഹോൾ റേസ് ടു -1. അപ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പം അതിന്റെ സ്ക്വയർ റൂട്ട് വേണം ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഹോൾ റേസ് ടു സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ -1/2 എന്ന് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഇതാണ് ന്യൂ1, അതായത് ഇവിടെ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് വെഞ്ചൂറിമീറ്റർ ഉപയോഗിച്ച് ഒരു ലിക്വിഡിന്റെ ഫ്ലോയുടെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പൈപ്പിനെ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഹൈറ്റ് ഡിഫറൻസ് മാത്രം മെഷർ ചെയ്താൽ മതി. ഈ ലെവലും നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് മാത്രം മെഷർ ചെയ്താൽ വെച്ച് ബാക്കി ആ റോയം എന്ന് പറഞ്ഞാൽ മെർക്കുറി ഡെൻസിറ്റി, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റോ എന്ന് പറഞ്ഞാൽ ഈ പോയ ലിക്വിഡിന്റെ ഡെൻസിറ്റി, പിന്നെ a1 a2 ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ആകെ ഈ വെഞ്ചൂറിമീറ്ററിൽ മാറുന്ന ഈ രണ്ട് ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡിന്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വെഞ്ചൂറിമീറ്ററിലൂടെ അതിനെ പാസ് ചെയ്യുക. എന്നിട്ട് ഈ ഹൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പം ഒരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ ഈ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടെ ലിക്വിഡ് എത്ര സ്പീഡിലാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഡെറിവേഷൻ. ഇതുപോലെ തന്നെ ഈ വെഞ്ചൂറിമീറ്റർ നമ്മൾ മറ്റൊരു രീതിയിലൂടെ കൺസിഡർ ചെയ്യാം. അതായത് ചിലപ്പോൾ ഇങ്ങനെ എക്സാമിന് ഡയഗ്രാം തന്നിട്ട് ചോദിക്കും അല്ലേ, ഇങ്ങനെ തരും. എന്നിട്ട് ഇവിടെ 2 പൈപ്പുകൾ തരും, ഇവിടെയും 2 പൈപ്പുകൾ തരും. എന്നിട്ട് ചോദിക്കും ഏത് പൈപ്പിലെ ലിക്വിഡ് ഹൈറ്റ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ കൂടി ഇങ്ങനെ ലിക്വിഡ് കടന്നു പോകുമ്പോൾ ഇവിടെ ഇടുങ്ങിയ പോർഷൻ അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ അനുസരിച്ച് ഇടുങ്ങിയ പോർഷനിൽ സ്പീഡ് കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇച്ചിരി ബ്രോഡായിട്ടുള്ള പോർഷൻ ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും അല്ലേ. ബെർണോളിസ് തിയറം പറയുന്നത് വെലോസിറ്റി കൂടിയ പ്രഷർ അവിടെ നിന്ന് കുറയും അല്ലേ. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലല്ലേ, പ്രഷർ കുറവായിരിക്കും. അപ്പം നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ വലിക്കുന്ന പോലെ ഈ ലിക്വിഡ് താഴോട്ട് ഈ ലെവലിനെ വലിക്കും. അപ്പം ഈ ലിക്വിഡ് ലെവൽ താഴെ നിൽക്കും അല്ലേ. അപ്പം ഇവിടെ വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും ബെർണോളിസ് തിയറം അനുസരിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതൽ, ഈ കൂടിയ പ്രഷർ ഈ ലിക്വിഡ് ലെവലിനെ മുകളിലോട്ട് തള്ളും. അപ്പോൾ ഈ ലിക്വിഡ് ലെവൽ കൂടിയിരിക്കും. അപ്പം ശ്രദ്ധിച്ചോണം, ഇങ്ങനെ 2 പൈപ്പുകൾ തരും. അപ്പോൾ ഇടുങ്ങിയ പോർഷനിലെ ലെവലായിരിക്കും താഴ്ന്നു നിൽക്കുന്നത്, ഈ പോർഷനിലെ ലിക്വിഡ് ലെവൽ ഇച്ചിരി ഉയർന്നായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ബെർണോളിസ് തിയറവും അത് രണ്ടിടത്ത് അപ്ലൈ ചെയ്യുന്നതുമാണ് പഠിച്ചത് ഇല്ലേ. ഒന്ന് വെലോസിറ്റി ഓഫ് എഫ്ലക്സും അതുപോലെ തന്നെ എന്താണ് വെഞ്ചൂറിമീറ്ററിലും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ബെർണോളിസ് തിയറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബെർണോളിസ് തിയറം പറയുന്നത് P1 പ്ലസ് റോ ജി H1 പ്ലസ് ഹാഫ് റോ ന്യൂ1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് റോ ജി H2 പ്ലസ് ഹാഫ് റോ ന്യൂ2 സ്ക്വയർ. ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫ്ലോയിലെ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷറും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും തൊട്ടടുത്ത പോയിന്റിലെ പ്രഷറും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ സംബന്ധം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഹൈറ്റ് സെയിം ആണെങ്കിൽ അല്ലെ, ഇപ്പം എയർ ഇങ്ങനെ ഫ്ലോ ചെയ്തു പോവാണ്, ഇങ്ങനെ ഹൈറ്റ് സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഷറും കണ്ടോ, വെലോസിറ്റി, ഡെൻസിറ്റി എന്തായാലും കോൺസ്റ്റന്റ് ആണ് അല്ലെ, പിന്നെ പ്രഷറും വെലോസിറ്റി. അപ്പം ഈ ഫ്ലോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വെലോസിറ്റി കൂടി അതിനനുസരിച്ച് പ്രഷർ അങ്ങ് കുറയും, എന്നാലും ഇത് വീണ്ടും എന്താകത്തുള്ളൂ, അപ്പുറം ഈക്വൽ ആകത്തുള്ളൂ ഇല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ബെർണോളിസ് തിയറത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പം ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ആ ഒരു ബേസിലാണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും, വെലോസിറ്റി കൂടിയ പ്രഷർ അതിനനുസരിച്ച് കുറയും. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ 1-2 ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇല്ലേ, വലിയ കാറ്റൊക്കെ വരുമ്പോൾ വെയിറ്റ് കുറഞ്ഞ റൂഫുകളൊക്കെ പറന്നു പോകും അല്ലെ. അതിന് കാരണം ബെർണോളിസ് തിയറമാണ്. അപ്പൊ എന്തുവാ സംഭവിക്കുന്നത്, അതായത് നല്ല സ്പീഡിൽ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ
വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. അപ്പം ഈ റൂഫിന്റെ മുകളിലത്തെ പ്രഷർ ലോ ആയിരിക്കും. എന്നാൽ റൂമിലുള്ള പ്രഷർ ഹൈ ആയിരിക്കും. ഈ പ്രഷർ ഇതിനെ മുകളിലോട്ട് തള്ളുകയും ഈ റൂഫ് പറന്നു പോവുകയും ചെയ്യും. അല്ലെ, നമുക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കും, ഇങ്ങനത്തെ റൂഫുകളിലായിരിക്കും താഴെ ഇരിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ റൂഫ് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങുന്നു, താഴോട്ടല്ല മുകളിലോട്ട് പോകും. അതിന് കാരണം ബെർണോളിസ് തിയറമാണ്. അല്ലെ, അതുപോലെ തന്നെ ഞാനൊരു വേറൊരു കാര്യം, ഈ പേപ്പർ ഞാൻ എടുത്തു, ഇത് ഞാൻ ഊതുമ്പോൾ ഈ പേപ്പർ മുകളിലേക്കാണ് പൊങ്ങി വരുന്നത്, താഴോട്ടല്ല. അതിന് കാരണം ബെർണോളിസ് തിയറമാണ്. കാരണം ഇത് ഊതുമ്പോൾ എന്താണ്, മുകളിലത്തെ എയറിന് വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. അപ്പൊ ഈ മുകളിലത്തെ പ്രഷർ കുറയും, താഴത്തെ പ്രഷർ കൂടുതൽ, ആ പ്രഷർ ഇതിനെ മുകളിലോട്ട് തള്ളും. അതുകൊണ്ടാണ് ഇത് മുകളിലോട്ട് പറക്കുന്നത്. അല്ലേ, അതുപോലെ തന്നെ നമ്മളൊരു ഫാനിന്റെ കേസ് കൺസിഡർ ചെയ്യാം. നമ്മൾ ഈ ഫാനിന്റെ കേസ് നോക്കുക. നമ്മൾ ഈ ഫാനിന്റെ മുന്നിൽ ഈ പേപ്പർ കാണിക്കുമ്പോൾ ഇത് മുന്നോട്ട് പറക്കും. എന്നാൽ പുറകിൽ ഈ പേപ്പർ കാണിക്കുമ്പോൾ ഈ പേപ്പർ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണ്? ബെർണോളിസ് തിയറമാണ്. എന്തുകൊണ്ടാണ് ഈ പേപ്പർ ഈ ഫാനിൽ ഇങ്ങനെ പുറവശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഫാൻ കറങ്ങുമ്പോൾ മുന്നിലുള്ള എയറിനെ ഇത് അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ അവിടുത്തെ എയറിന് വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പം വെലോസിറ്റി കൂടിയ പ്രഷർ കുറവാണ്. അപ്പോൾ ഫാനിന്റെ മുൻവശത്ത് പ്രഷർ കുറവ്. അപ്പോൾ ഫാനിന്റെ പിന്നിലുള്ള എയർ മുന്നോട്ട് ഇതിനകത്തിലൂടെ ഫാനിനുള്ളിലൂടെ കയറിപ്പോകും. അതുകൊണ്ടാണ് ഈ പേപ്പർ പുറകിൽ വെച്ചപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഫാനിന്റെ പുറകിൽ നിന്ന് എന്താണ് നമ്മുടെ തലമുടിയൊക്കെ ഉണക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം, തലമുടി അകത്തേക്ക് കയറിപ്പോകും, ശ്രദ്ധിക്കണം. അപ്പം അതാണ് ബെർണോളിസ് തിയറം. അതുപോലെ തന്നെ അപ്പോൾ അതാണ് വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും. അപ്പോൾ അതാണ് ബെർണോളിസ് തിയറത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അറ്റോമൈസർ അല്ലെങ്കിൽ സ്പ്രേ ഗൺ, ഇത് ബെർണോളിസ് തിയറം ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലേ, നമ്മൾ ഈ മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സ്പ്രേ ഗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അല്ലേ, ഇങ്ങനെ ഒരു പമ്പും ഒക്കെ വെച്ചിട്ട്. അല്ലേ, ഈ സ്പ്രേ ഗണ്ണിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഇങ്ങനെ അമർത്തുമ്പോൾ ഹൈ സ്പീഡിൽ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യും. എയറിന്റെ വെലോസിറ്റി കൂടി അവിടെ പ്രഷർ കുറയും. അപ്പം ഇവിടെ പ്രഷർ കുറഞ്ഞാൽ ഈ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് ലിക്വിഡ് ഈ പൈപ്പ് വഴി മുകളിലേക്ക് വരും. എന്നിട്ട് ഇതിനോടൊപ്പം സ്പ്രേ ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെയും ബെർണോളിസ് തിയറമാണ്. വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. അപ്പം പ്രഷർ കൂടിയെടുത്തു നിന്ന് ലിക്വിഡൊക്കെ പ്രഷർ കുറഞ്ഞിടത്തേക്ക് വരും. ഇല്ലേ, അപ്പോൾ അത് ബെർണോളിസ് തിയറ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബോളൊക്കെ സ്പിൻ ചെയ്യിപ്പിക്കുന്നത് അത് ബെർണോളിസ് തിയറമാണ്. അതായത് മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യാന്ന് വെക്കാം. ഇങ്ങനെ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. നമ്മളൊരു ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് വിടുന്നു. അപ്പോൾ ഈ ബോൾ ഇങ്ങനെ കിടന്ന് കറങ്ങുക, അപ്പം ഈ ബോൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ നോക്കിയാൽ അറിയാം, മുകളിൽ എയർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, ബോൾ അങ്ങോട്ടാണ് കറങ്ങുന്നത്. അല്ലേ, അപ്പോൾ ഇവരുടെ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പം മുകളിൽ വെലോസിറ്റി കൂടുതൽ, അപ്പം പ്രഷർ കുറവായിരിക്കും. എന്നാൽ താഴെ നോക്കിക്ക്, അതായത് ബോള് കറങ്ങുന്ന ഡയറക്ഷനും എയറിന്റെ ഫ്ലോയും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ താഴെ റിലേറ്റീവ് വെലോസിറ്റി ഹൈയും മുകളിൽ റിലേറ്റീവ് വെലോസിറ്റി കുറവും. അപ്പോൾ അതുകൊണ്ട് താഴത്തെ ഹൈ പ്രഷർ ഈ ബോളിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും. ഇല്ലേ, നമുക്കറിയാം സാധാരണ പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു സാധനം എറിഞ്ഞാൽ ഇങ്ങനെ വന്ന് വീഴേണ്ടതാണ്. പക്ഷേ ഈ മുകളിലേക്കുള്ള ഈ തള്ളൽ കാരണം ഇങ്ങനെ വന്ന് വീണ്ട സാധനം ഇച്ചിരൂടെ മാറി ഇവിടെ ആയിരിക്കും നിന്ന് വീഴുന്നത്. അപ്പോൾ ഈ ബോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, സ്പിന്നർമാർ ബോൾ ചെയ്ത് കഴിയുമ്പോൾ ബാറ്റ്സ്മാൻ ഒരു ഐഡിയ കിട്ടത്തില്ല ഇത് ഇവിടെ ചെന്ന് കുത്തുവന്നു. അപ്പോൾ അതാണ് സ്പിൻ ബോളിങ്ങിന്റെ പ്രത്യേകത. ഇങ്ങനെ കറക്കിയാണ് എറിയുന്നത്. അല്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് വിങ്സിൽ നമ്മൾ ബെർണോളിസ് തിയറം, അതായത് എയറോപ്ലെയിൻ ഒക്കെ മൂവ് ചെയ്യുന്നത് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ്. അതായത് എയർക്രാഫ്റ്റിന്റെ വിങ്സ് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എയർക്രാഫ്റ്റിന്റെ വിങ്സ് ഇരിക്കുന്നത്. അതായത് ആ ചിറകിന്റെ ആ എൻഡ്, ഇതിപ്പം ചിറകാണെങ്കിൽ അതിന്റെ എൻഡ് പോർഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ ഇതാണ് എയറോഫോയിൽ എന്നാണ് ഈ ഷേപ്പിന്റെ പേര്. അപ്പൊ ഈ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴെ നോക്കിക്കഴിഞ്ഞാൽ എയർ ഫ്ലോ കുറവായിരിക്കും. അല്ലേ, താഴെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് എയറിന്റെ ഫ്ലോ കുറവായിരിക്കും. അപ്പം വെലോസിറ്റി കുറവായിരിക്കും. അപ്പം വെലോസിറ്റി താഴെ ലോ, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടുമെന്നാണ് ബെർണോളിസ് തിയറം പറയുന്നത്. അപ്പം ഹൈ പ്രഷർ, അല്ലേ. എന്നാൽ മുകളിൽ സ്മൂത്ത് ആയിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് എയർ പെട്ടെന്ന് ഫ്ലോ ചെയ്ത് ഇവിടെ കൂടെ അങ്ങ് പോകും. അപ്പം എയറിന്റെ വെലോസിറ്റി കൂടിയ പ്രഷർ ലോ, അപ്പം ലോ പ്രഷർ. അപ്പം ഈ താഴത്തെ ഹൈ പ്രഷറുള്ള എയർ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ, അതായത് എയറോപ്ലെയിന്റെ ചിറകിനെ ഇങ്ങനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പ്ലെയിൻ മുകളിലേക്ക് ഉയരുന്നത്. ഇല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കുറേ നേരം ഇങ്ങനെ മുന്നോട്ട് ഓടിയിട്ടാണ് എയറോപ്ലെയിൻ ഉയരുന്നത്. ഇല്ലേ, അപ്പോഴെന്ത് ചെയ്യും, താഴത്തെ പ്രഷർ ഹൈയും മുകളിലത്തെ പ്രഷർ ലോയും ആയി താഴത്തെ ഹൈ പ്രഷർ ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പാകമാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് ലിഫ്റ്റ് ആവും. അല്ലേ, അപ്പോൾ അങ്ങനെയാണ് എയറോപ്ലെയിൻ. അപ്പോൾ അതിനകത്തിൽ ബെർണോളിസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിലൊക്കെ ബെർണോളിസ് തിയറമാണ്. ഹെലികോപ്റ്ററിലെ വിങ്സ് ഇങ്ങനെ കറങ്ങുമ്പോൾ മുകളിലത്തെ
എയർ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. എന്നാൽ താഴത്തെ പ്രഷർ ഹൈ ആയിരിക്കും. ഈ പ്രഷർ മുകളിലോട്ട് ഈ ഹെലികോപ്റ്ററിനെ ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഒക്കെ ഒത്തിരി അടുത്ത് നിൽക്കാൻ പാടില്ല. അതായത് നമ്മൾ ട്രെയിനോടൊക്കെ ഒത്തിരി അടുത്ത് നിന്ന് കഴിയുമ്പോൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന ട്രെയിനിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലേ, അതിന് കാരണം ഈ ബെർണോളിസ് തിയറമാണ്. അതായത് നമ്മളിപ്പം ട്രെയിനിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ട്രെയിൻ നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിനോടൊപ്പമുള്ള എയർ നല്ല വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ട്രെയിൻ, ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ വശത്തുള്ള എയർ നല്ല പ്രഷറുള്ളതായിരിക്കും. അത് നമ്മളെ ഇങ്ങോട്ട് തള്ളും. അപ്പോൾ അത് നമ്മൾ ട്രെയിൻ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്ന ട്രെയിനിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സ്പീഡിൽ വലിയ ലോറികളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ ബെർണോളിസ് തിയറമാണ്. അപ്പം ഈ ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ പലയിടത്തും പറയാം. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് കാരണം നമുക്ക് വേണമെങ്കിൽ ബെർണോളിസ് തിയറം പറയാം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണ് ഹാർട്ട് ഇല്ലേ, ഹാർട്ടിൽ നിന്നും എന്താണ് ആർട്ടറീസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ഈ ആർട്ടറീസിലൊക്കെ എന്താണ് ഈ പ്ലേക്ക് അല്ലെങ്കിൽ ഈ ഫാറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാം അല്ലേ. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കറിയാം ഈ ഫാറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഇതിനകത്തിലൊക്കെ ഡിപ്പോസിറ്റ് ആവും. ഇനി നമുക്കറിയാം ഇത് അപ്പം ഈ ഇവിടെ കൂടെ വെലോസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇവിടെ കൂടെ വരുന്ന ബ്ലഡ് ഇവിടെ കൂടെ വരുമ്പോൾ ഇടുങ്ങിയ പോർഷൻ അല്ലേ, അപ്പം വെലോസിറ്റി കൂടും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ അനുസരിച്ച് വെലോസിറ്റി കൂടിയ പ്രഷർ കുറയുമെന്നാണ് ബെർണോളിസ് തിയറം പറയുന്നത് ഇല്ലേ. അപ്പോൾ ഇവിടത്തെ പ്രഷർ ലോ ആവും. പക്ഷേ ഈ നമ്മുടെ ഈ ആർട്ടറിക്ക് പുറത്തുള്ള പ്രഷർ ഹൈ ആയിരിക്കും. ഈ പ്രഷർ തന്നെ അമർത്തും ഇല്ലേ. അപ്പോൾ ഈ പോർഷൻ അങ്ങ് ചുരുങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹാർട്ട് നല്ല ശക്തിയോടുകൂടി വീണ്ടും ഹൈ പ്രഷറിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ ശ്രമിക്കും ഈ ആർട്ടറിയിലൂടെ, ബ്ലോക്കായ ആർട്ടറിയിലൂടെ. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല സ്പീഡിൽ ബ്ലഡ് പുറത്തേക്ക് വരും. എന്തിൽ നിന്ന്? ഹാർട്ടിൽ നിന്നും ഇല്ലേ. അപ്പോൾ ഹാർട്ടിൽ നിന്ന് നല്ല സ്പീഡിൽ ബ്ലഡ് പുറത്തേക്ക് വന്നാൽ വെലോസിറ്റി കൂടും ബ്ലഡിന്. അതായത് ഹാർട്ടിനുള്ളിലെ ബ്ലഡിന്റെ വെലോസിറ്റി കൂടി അവിടുത്തെ പ്രഷർ കുറയും ഇല്ലേ. അപ്പോൾ അവിടുത്തെ പ്രഷർ ലോ ആവും. അപ്പോൾ ഹാർട്ടിന് വെളിയിലുള്ള പ്രഷർ ഹൈ ആയിരിക്കും. അപ്പം ഇതിനെ അങ്ങ് ഞെരുക്കും. ഈ ഹൈ പ്രഷർ ഇതിനെ അങ്ങ് ഞെരുക്കും. അപ്പം നമുക്കറിയാം ഹാർട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, കൊളാപ്സ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, ഇങ്ങനല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് അങ്ങ് കൊളാപ്സ്ഡ് ആയി പോകും. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതെയോ. അപ്പോൾ അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പമ്പിങ് അങ്ങ് സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ബെർണോളിസ് തിയറം പറയാം. അതുപോലെ തന്നെ വണ്ടിയുടെയൊക്കെ കാർബറേറ്ററിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ബുൻസൺ ബർണർ ഇല്ലേ, അതായത് എന്താണ് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ബർണർ. അപ്പോൾ അതിനകത്തിൽ ചെറിയൊരു ഹിടുത്തമാണ്. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ സ്പീഡിൽ വെളിയിലേക്ക് വരുമ്പോൾ ഈ ഹോളിലൂടെ വെലോസിറ്റി ഹൈ വെലോസിറ്റിയിലാണ് ഈ ഗ്യാസ് വെളിയിലേക്ക് വരുന്നത്. അപ്പം ഈ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും. അപ്പോൾ ആ ലോ പ്രഷർ ഉള്ള സ്ഥലത്തേക്ക് വെളിയിൽ നിന്ന് എയർ അകത്തേക്ക് വരും. നമുക്കറിയാം എയർ അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിലേ ബേൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഓക്സിജൻ ഈ ഹോൾ വഴി അകത്തേക്ക് വരികയും ബേൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബർണർ, നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റൗവിലെ ബർണറിലും അങ്ങനെ സംഭവിക്കും ഇല്ലേ. അതായത് കുറേ ഹോളുകളുണ്ട് ബർണർ ഇല്ലേ. അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുമ്പോൾ ആ ഹൈ വെലോസിറ്റിയിൽ ഗ്യാസ് വരുമ്പോൾ ആ വെലോസിറ്റി കാരണം ഉള്ളിലെ പ്രഷർ കുറയും. അപ്പോൾ പുറത്ത് നിന്നുള്ള എയർ ഈ ചെറിയ ചെറിയ ഹോൾസ് വഴി അകത്തേക്ക് കടക്കും. എന്നിട്ടത് ബേൺ ചെയ്യും ഇല്ലേ. ഓക്സിജൻ ഉണ്ടെങ്കിലല്ലേ ബേൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ചെറിയ ചെറിയ കിഴുത്തകൾ വഴിയാണ് ഓക്സിജൻ അകത്തേക്ക് പോയി ബേൺ ചെയ്യുന്നത് ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിഴുത്തകളൊക്കെ അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബ്ലൂ ഫ്ലെയിമിൽ വേണ്ടിടത്ത് യെല്ലോ ഫ്ലെയിം ഒക്കെ ആയിരിക്കും ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ബെർണോളിസ് തിയറം പറയാം. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ ഉപയോഗിച്ച എന്താണ്? വെലോസിറ്റി എവിടെ കൂടുന്നു അവിടെ പ്രഷർ കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ അവിടെ പ്രഷർ കൂടും. ഈ ഒരു കാര്യമാണ് നമ്മൾ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിലെല്ലാം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും, ഇപ്പം രണ്ട് ബോൾസ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, രണ്ട് നൂലിൽ അല്ലെങ്കിൽ രണ്ട് തെർമോക്കോളിന്റെ ബോൾസ്. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ നടുക്കൂട് ഊതിക്കഴിഞ്ഞാൽ ഈ ബോളുകൾ തമ്മിൽ അടുക്കുവോ അകലുവോ? എന്ത് സംഭവിക്കും? ഈ ബോളുകൾ തമ്മിൽ അടുക്കും. കാരണം എന്താണ്? നമ്മൾ നല്ല വെലോസിറ്റിയിലൂടെ ഊതിക്കഴിഞ്ഞാൽ വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ലോ ആവും. അപ്പോൾ രണ്ട് സൈഡിൽ എയർ നിൽക്കുമല്ലേ, ആ ഹൈ പ്രഷർ ഈ രണ്ട് ബോളിനെയും കൂടെ തള്ളും. അപ്പോൾ ഈ രണ്ട് ബോളുകൾ തമ്മിൽ അടുക്കും അല്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നമ്മൾ വിചാരിക്കും ഇത് ഊതിക്കഴിഞ്ഞാൽ അകന്ന് പോകുന്നതാണ് വിചാരിക്കുന്നത്, പക്ഷെ അടുക്കും ബെർണോളിസ് തിയറം അനുസരിച്ച് അല്ലേ. അതുപോലെ തന്നെ രണ്ട് ഷിപ്പുകൾ അടുത്തടുത്തുകൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്, കാരണം ബെർണോളിസ് തിയറം. അപ്പോൾ ഷിപ്പുകൾ ഇങ്ങനെ അടുത്തടുത്തൂടെ പോകുമ്പോൾ നല്ല വെലോസിറ്റിയിൽ എയർ നടുക്കൂടെ മൂവ് ചെയ്യും. അപ്പം നടുക്കലത്തെ എയറിൻ്റെ വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. അപ്പോൾ രണ്ട് വശത്തുനിന്ന് ഹൈ പ്രഷർ ഈ ഷിപ്പിനെ അടുപ്പിക്കും
അല്ലെ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഈ ബെർണോളിസ് തിയറവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബെർണോളിസ് തിയറവുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ് പഠിപ്പിച്ചത്, അല്ലേ? അപ്പോൾ ഇത് പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിക്കുക.